അപ്പോൾ ഇന്നത്തെ താരം ഈ കാണുന്ന പീച്ചിങ്ങയാണ് കേട്ടോ. പീച്ചിങ്ങയും ചെമ്മീനും കൂടെ തേങ്ങ അരച്ച് നല്ല കിടിലൻ കറി വെക്കാൻ പോവാണ്. ഇത് അമ്മയുടെ കൃഷിയിടത്തിൽ ഉണ്ടായത് തന്നെ കേട്ടോ. അപ്പോൾ ദാ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചേന, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ച പീച്ചിങ്ങ അരിഞ്ഞതും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ച ചെമ്മീനും ഒരു കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവാൻ വിടാം. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. പെരിഞ്ചീരകം വറുത്തതായത് കേട്ടോ, 1 സ്പൂണോളം ഉണ്ട്. അതും ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, അത് മതി. ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതാ കുറച്ച് കൊച്ചുള്ളി വറുത്തിട്ട് കൊടുക്കാം, കടുക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ കറി സൂപ്പറാണ് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ കേട്ടോ. ചോറിനൊപ്പം നല്ലതാണ്, എന്നിരുന്നാലും പുട്ടിൻ്റെ കൂടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ല ബെസ്റ്റ്. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവരിത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്.